ഹായ്. അപ്പോൾ നമ്മുടെ പ്രോസിൻ്റെ സപ്ലിമെൻ്ററി എക്സാം കഴിഞ്ഞു. അപ്പം ആ സ്ഥിതിക്ക് ഇനി അടുത്ത സെക്കൻഡ് ഇയറിൻ്റെ പേപ്പറിൻ്റെ പോർഷൻസ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പോയട്രി എക്സാമിനേഷനാണ്, അപ്പം പോയംസ് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം നിങ്ങൾ കമൻറ്റിൽ പല ഡേറ്റാണ് പറഞ്ഞത്. ഏതോ ഒരു കുട്ടി 20 എന്ന് പറഞ്ഞു, ഏതോ കുറേ ആൾക്കാർ 15 എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആദ്യം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുമായിരുന്നു ഞാൻ. അപ്പം ഇപ്പം വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക്സ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പോയട്രിയിൽ തന്നെ ഗ്രാമർ പോർഷൻസ് വരുന്നുണ്ടെന്നും കൂടുതൽ ചോദിക്കുന്നതും ഗ്രാമർ പോർഷൻസിൽ നിന്നാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം എനിക്ക് തോന്നുന്നു പോയംസ് ഇടുന്നതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഗ്രാമർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക. പക്ഷെ ഇന്ന് ഞാനൊരു പോയം തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോഴാണ് സിലബസ് ടോപ്പിക്ക് കറക്റ്റായിട്ട് അറിയുന്നത്. അപ്പം നിങ്ങൾ പറയുമ്പോൾ കറക്റ്റായിട്ട് ടോപ്പിക്കും ഡേറ്റും എല്ലാം കറക്റ്റായിട്ട് പറയണം. എന്നാലേ നമുക്ക് കറക്റ്റ് ടൈമിൽ അത് എടുത്ത് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഗ്രാമർ പോർഷൻസ് എടുക്കാമെന്ന് വിചാരിക്കുവാണ്. പക്ഷേ അതിൽ നിങ്ങൾ പറഞ്ഞ ടോപ്പിക്സ് അനുസരിച്ച് റിപ്പോർട്ടർ സ്പീച്ചും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ടെൻസ് ആണ്. ടെൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ടെൻസ് അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം അതുകൂടി നിങ്ങൾ പറയുക. അതറിഞ്ഞാലേ ഡയറക്റ്റായിട്ട് ബാക്കിയുള്ളത് പഠിപ്പിക്കണോ അതോ ടെൻസ് പഠിപ്പിച്ചിട്ട് പിന്നെ ഈ ടോപ്പിക്സിലോട്ട് പോകണമോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പറയുക. എന്നാലേ കറക്റ്റ് എനിക്ക് പോർഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുമല്ല 15 എന്ന് പറയുമ്പോഴത്തേനും ഇനി അധികം ദിവസമില്ല. അപ്പം ഉള്ള ദിവസത്തിൽ മാക്സിമം എടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് പറയുക. പ്രോസ് എക്സാമിനേഷൻ്റെ ഫീഡ്ബാക്ക് കുറേ കുട്ടികൾ പറഞ്ഞിരുന്നു. അപ്പം കുറേ പേരൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടപ്പം നമുക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം ഫീഡ്ബാക്ക് അറിയിച്ചതിന് അവരോട് താങ്ക് യു പറയുന്നു. പിന്നെന്താ, നിതിൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ലോഗോ അയച്ചിരുന്നു. ലോഗോ ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച്. അപ്പം നിതിനും പ്രത്യേകമായിട്ട് താങ്ക് യു. അപ്പം നിങ്ങൾ കുറേ പേര് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്പറൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നമ്പർ ഇതുവരെയ്ക്ക് ചാനലിൻ്റെതായിട്ടൊരു നമ്പർ ഇത് ആഡ് ചെയ്തിട്ടില്ല. തൽക്കാലം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ജിമെയിൽ ID കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിഗാർഡിങ് ദി ക്ലാസ്സസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം ജിമെയിൽ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം ഒരു നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ പോയിംസിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സെക്കൻഡ് ഇയറിൻ്റെ ദ മൂൺലൈറ്റ് ഡോം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റിലുള്ള 4 പോയിംസ് ഓൾറെഡി ചെയ്തിരുന്നു. അപ്പം ഇന്ന് ഞാൻ എടുക്കാനായിട്ട് വിചാരിക്കുന്നത് റെഫ്യൂജി ബ്ലൂസ് എന്ന് പറഞ്ഞിട്ട് W.H. Auden പോയമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഗ്രാമർ പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഈ പോയം തന്നെ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോയറ്റ് W.H. Auden കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 20th സെഞ്ചുറിയിലെ ബ്രിട്ടീഷ് പോയിറ്റ് ആയിരുന്നു. W.H. Auden എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വൈഡ് പോപ്പുലാരിറ്റി അദ്ദേഹം അച്ചീവ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ചില ഏർലി വർക്ക്സ് ആണ്. ആ വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പോയംസ്, ദ ഒറേറ്റേഴ്സ്, ദ ഡാൻസ് ഓഫ് ഡെത്ത് എന്നിങ്ങനെയുള്ള വർക്ക്സിലൂടെയാണ് അദ്ദേഹം ഒരു വൈഡ് പോപ്പുലാരിറ്റി നേടിയെടുക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു അദ്ദേഹം ഒരു പോയിറ്റാണ്. പോയിറ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ഡ്രമാറ്റിസ്റ്റുമാണ്, ക്രിട്ടിക്കുമാണ്. അദ്ദേഹം 3 പ്ലേസ് എഴുതിയിട്ടുണ്ട്. ഇനി ക്രിട്ടിക് എന്നുള്ള നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് എസ്സേ എന്ന് പറയുന്നത് ദ ഡയർ സഹൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ്. 1939 അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എമിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് 1946 ഇദ്ദേഹം അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നേടുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്തതൊരു അമേരിക്കൻ വേഴ്സ് ഫോംസിന്റെ സ്റ്റൈലാണ് ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്തതെങ്കിലും ടിപ്പിക്കലി ഇദ്ദേഹം എന്ത് തന്നെയാണ്, ഒരു ബ്രിട്ടീഷ് പോയിറ്റ് തന്നെയാണ്. നമ്മൾ ഈ പഠിക്കുന്ന റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന പോയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ജർമ്മൻ ജ്യൂസിന്റെ കഥയാണ്. ഏത് ജർമ്മൻ ജ്യൂസ്? ഹിറ്റ്ലറിന്റെ പെർസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ജർമ്മൻ ജ്യൂസ് കടന്നു പോകുന്ന ഹൊറിബിൾ കണ്ടീഷൻ, അവരുടെ ആ ഒരു സോറോഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഈ ടൈറ്റിലിൽ പറയുന്ന റെഫ്യൂജി ബ്ലൂസിലെ ബ്ലൂസ് എന്ന് പറയുന്നത് ബ്ലാക്ക് അമേരിക്കൻസിന്റെ ഫോക്ക് മ്യൂസിക്കിനാണ് നമ്മൾ ബ്ലൂസ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ സ്ലോ ടെമ്പോയിൽ സോറോഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് നമ്മളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫോക്ക് മ്യൂസിക്കാണ് ഈ ബ്ലൂസ് എന്ന് പറയുന്നത്. അതിലൂടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സോറോ, സഫറിങ്സ്, അല്ലെങ്കിൽ ബ്ലാക്ക് പീപ്പിളിന്റെ ആ ഒരു ട്രാജിക് ആയിട്ടുള്ള അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ആ ഒരു സഫറിങ്സ്, ഇതൊക്കെയാണ് ഈ ഒരു ഫോക്ക് മ്യൂസിക്കിലൂടെ പറയുന്നത്. ഇവിടെ W.H. Auden എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അതെന്തിനു വേണ്ടി ഇവിടെ അത് മെൻഷൻ ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ
ആ പർട്ടിക്കുലർ ജർമ്മൻ ജ്യൂസ് അവരനുഭവിക്കുന്ന അവരുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പറയുന്ന റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന ഒരു തീമിലൂടെ പറയുന്നത്. ഇവിടെ ഇപ്പം റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് മോണലോഗ് ആണ്. അതായത് മോണലോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു സ്പീക്കർ കാണും, സ്പീക്കർ സൈലന്റ് ആയിട്ട് ആരെയോ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയും. നമ്മൾ പറയും മോണലോഗ് എന്ന് പറയുമ്പോഴത്തേന് ആത്മകഥം എന്ന് പറയത്തില്ലേ, അതുപോലെ. പക്ഷെ ഇവിടെ ഒരു സൈലന്റ് ലിസണർ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത്. ഇവിടുത്തെ ആ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? ആ പറയുന്ന ജർമ്മൻ ജ്യൂ ആണ്. അപ്പോൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വൈഫിനെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്താണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ആ പാനിക് സ്ട്രൈക്ക് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ എക്സ്പീരിയൻസസ് ആണ് ഇവിടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് തന്റെ ഒരിക്കൽ താൻ ജീവിച്ചിരുന്ന ആ കൺട്രിയിൽ താൻ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഈ സ്പീക്കർ സിറ്റിയെ കുറിച്ച് പറയാണ്. ഏത് സിറ്റി? വെർ ഹി ലീവ്സ് ഇൻ എക്സൈൽ പറയാണ്. അവിടെ ഏകദേശം 10 മില്യണോളം പീപ്പിൾ ജീവിക്കുന്നുണ്ട്, മാൻഷൻസിലായിട്ടും ഹട്ട്സിലായിട്ടും ജീവിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ വൈഫിനോ അതുമല്ലെങ്കിൽ അവരുൾപ്പെടുന്ന ജ്യൂസിനോ ആ ഒരു സിറ്റിയിൽ ഒരു തരി പോലും പ്ലേസ് ഇല്ല. ഒരിക്കലും അവരുടെ കൺട്രി ആയിരുന്നു ഈ ജർമ്മനി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അത് അറ്റ്ലസിൽ കാണുന്ന ഒരു നെയിം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തങ്ങളുടെ കൺട്രിയിലേക്ക് തിരികെ ചെല്ലാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ജ്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് ഈ സംസാരിക്കുന്ന ജർമ്മൻ ജ്യൂ ഇൻ എക്സൈൽ അദ്ദേഹം ഒരു പാനിക് സ്റ്റേറ്റിലാണ്. ഇപ്പം അദ്ദേഹം ഒപ്രസ്ഡ് ആണ്, ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം അദ്ദേഹത്തിന് എന്തില്ല? നോ ഫ്രീഡം ഓഫ് ആക്ഷൻ ഓഫ് മൂവ്മെന്റ്. അദ്ദേഹത്തിനുള്ളൊരു യാതൊരു തരത്തിലുള്ള ഫ്രീഡവും അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നില്ല. അദ്ദേഹം എല്ലാവരിൽ നിന്നും ഐസൊലേറ്റഡ് ആണ്. ആ അതോറിറ്റിയെ അദ്ദേഹം പലതരത്തിൽ സമീപിക്കുമ്പോഴും അതോറിറ്റി അദ്ദേഹത്തിനെ ഒഫീഷ്യലി കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഡെഡ് പേഴ്സൺ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല? ഓൾഡ് പാസ്പോർട്ട് മാറ്റിയിട്ട് അദ്ദേഹത്തിന് ന്യൂ പാസ്പോർട്ട് പോലും അവർ അനുവദിച്ച് നൽകുന്നില്ല. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ പേഴ്സൺ ഇൻ എക്സൈൽ അദ്ദേഹം ആ അതോറിറ്റി അദ്ദേഹത്തിനെ കരുതുന്നത് എന്തായിട്ടാണ്? ഒരു ഡെഡ് പേഴ്സൺ എന്നുള്ള നിലയിലാണ് കരുതുന്നത്. ആ ഒരു കൗൺസിലിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ എക്സ്പെൽ ചെയ്യപ്പെട്ട് എക്സൈലിൽ കഴിയേണ്ടി വരുന്ന ഒരു വ്യക്തി, ഓൾഡ് പാസ്പോർട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്താണ്? ഒരു ഡെഡ് പേഴ്സൺ ആണ് എന്നാണ് അവരുടെ ഒരു അറിയിപ്പ് ഇദ്ദേഹത്തിനോടുള്ളത്. പക്ഷെ അദ്ദേഹം പറയാണ്, ഈ പറയുന്ന ജർമ്മൻ ജ്യൂ പറയാണ്, പക്ഷെ ഈ പറയുന്ന ഓൾഡ് പാസ്പോർട്ടുള്ള ആ റെഫ്യൂജി ഇന്നും എന്താണ്? എലൈവ് ആണ് എന്നത് നിങ്ങൾ ഓർക്കണം. പക്ഷെ അവരുടെ ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഇദ്ദേഹം എന്താണ്? ഒരു ഡെഡ് പേഴ്സൺ ആയി മാറി കഴിഞ്ഞു. അടുത്തതായിട്ട് അദ്ദേഹം ഒരു കമ്മിറ്റി അപ്രോച്ച് ചെയ്യുമ്പോൾ കമ്മിറ്റി എന്താണ് ഇദ്ദേഹത്തോട് പറയുന്നത്? ഒരു 1 ഇയർ കൂടെ കഴിഞ്ഞിട്ട് വരാനായിട്ട് പറയാണ്. അപ്പൊ അത് എന്താണ് മീൻ ചെയ്യുന്നത്? 1 ഇയർ കഴിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അടുത്തൊരു 1 ഇയർ എന്ത് ചെയ്യണം? ഇവിടെ ഹൈഡ് ചെയ്ത് വീണ്ടും ഒരു 1 ഇയർ കൂടെ കഴിയണം എന്നുള്ളതാണ്. ഇനി അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിംഗിന് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിനുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ സ്പീക്കർ എന്താണ് പറയുന്നത്? ഈ പറയുന്ന റെഫ്യൂജിയെ അല്ലെങ്കിൽ ഈ ഒരു ജർമ്മൻ ജ്യൂ ഇൻ എക്സ്പെലിനെ നമ്മൾ അകത്ത് കടക്കാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ സ്റ്റീൽ ദിയർ ബ്രെഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഭക്ഷണം എന്ത് ചെയ്യും? ഇദ്ദേഹം മോഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന റെഫ്യൂജീസിനെ ഈ ആൾക്കാർ കണ്ടിരിക്കുന്നത് ഒരു തീഫ് എന്നുള്ള നിലയിലാണ്. അപ്പൊ ഈ പോകുന്ന എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് എന്താണ്? പിന്നെയും അദ്ദേഹത്തിന് ഹരാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം പിന്നെയും ഐസൊലേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്റ്റിൽ ഹീസ് അലൈവ്. അദ്ദേഹം ഇപ്പോഴും എന്താണ്? ജീവിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതോറിറ്റീസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അതോറിറ്റീസ് ഇദ്ദേഹത്തോട് കാണിക്കുന്ന ഇൻഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലായിടത്തു നിന്നും ഐസൊലേറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന അവരുടെ അവസ്ഥയെക്കുറിച്ച്. ഇതെല്ലാം ഒരു സർക്കാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഐറണി കലർത്തിയ രൂപത്തിലാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അദ്ദേഹം അടുത്തതായിട്ട് കണ്ടെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാറ്റ്സ് ആയാലും പെറ്റ് ഡോഗ്സ് ആയാലും അവർക്കെല്ലാം എന്തിനുള്ള അനുമതിയുണ്ട്? തങ്ങളുടെ ഹൗസസിൽ എൻട്രി ചെയ്യാനുള്ളൊരു അനുമതി ലഭിക്കുന്നുണ്ട്. പക്ഷേ ബീങ് എൻ എക്സൈൽ അദ്ദേഹത്തിന് എന്തില്ല? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ഒന്നും തന്നെ ചെയ്യാനുള്ള ഒരു അനുമതി ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ഇനി അദ്ദേഹം when he walks through the wood അദ്ദേഹം കാണുന്നുണ്ട് കുറെ ബേർഡ്സ് ട്രീസിലിരുന്ന് പാടുന്നതായിട്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ സർക്കാസ്റ്റിക്കലി അദ്ദേഹം പറയുന്നുണ്ട്, ആ ബേർഡ്സ് ഹ്യൂമൻ റേസിൽ പെടുന്നതല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ടിരുന്നവർക്ക് അത്തരത്തില് പാടാൻ കഴിയും. കാരണം അവർ ഹ്യൂമൻ റേസിൽ പെടുന്നതല്ല. അവിടെ എന്താണ് അദ്ദേഹം ഐറോണിക്കലി അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ ഇൻഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്, ആരുടെ? ഹ്യൂമൻ റേസിന്റെ ഇൻഹ്യൂമൻ ആറ്റിറ്റ്യൂഡിനെ കളിയാക്കിക്കൊണ്ടാണ് ഈ ബേർഡ്സിന്റെ കാര്യമൊക്കെ പറയുന്നത്. ഹ്യൂമൻ റേസിൽ പെടുന്നതല്ലാത്തത് കൊണ്ട് അവർക്ക് എന്തുണ്ട്? ഫ്രീഡം ഉണ്ട് എന്ന് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അടുത്തതായിട്ട് അദ്ദേഹം ഒരു ബിബ്ലിക്കൽ ഡ്രീം, അദ്ദേഹം കാണുന്ന ഒരു ഡ്രീമിനെ കുറിച്ച് പറയുന്നു.
പറയുന്നുണ്ട്. ആ ഡ്രീമിൽ അദ്ദേഹം എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് ബിൽഡിംഗ് കാണുന്നുണ്ട്. 1000 ഓഫ് റൂംസും വിൻഡോസും ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. പക്ഷെ അവിടെയും അദ്ദേഹം ഐറോണിക്കലി പറയുന്നത് എന്താണ്, ആ അത്രയും വലിയ ബിൽഡിങ്ങില് തനിക്കോ തന്റെ വൈഫിനോ അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന ജ്യൂസിനോ എന്തില്ല, ഒരു സിംഗിൾ റൂം പോലും അതിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. പോയത്തിന്റെ കൺക്ലൂഡിംഗ് പോർഷനിൽ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്നോഫീൽഡ് ഏരിയയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ അറ്റ് എ ഡിസ്റ്റൻസ് കാണുന്നത് എന്താണ്, 1000 ഓഫ് സോൾജേഴ്സ് മാർച്ച് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെല്ലാം ആരെയാണ് സെർച്ച് ചെയ്യുന്നത്, ഇദ്ദേഹത്തിനെയോ ഇദ്ദേഹത്തിന്റെ വൈഫിനെയോ അല്ലെങ്കിൽ ഇവരുൾപ്പെടുന്ന ജ്യൂസിനെയോ സെർച്ച് ചെയ്തുകൊണ്ടാണ് ഇവര് കടന്നു വരുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്, അവരുടെ ആ ഒരു പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ്. മൈൻഡ് അല്ല, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അതാണ്. അവർക്കിപ്പോൾ ഏത് ടൈമിലും കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. എന്താ, അവരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ആ ആർമിയാണ് അവർക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത്. അതായത് ഏത് ടൈമിലും ഇവരും ഈ ജ്യൂസും എന്ത് ചെയ്യപ്പെടാം, ഹിറ്റ്ലറിന്റെ കയ്യിൽ അകപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലാണ് അവരിപ്പോ കഴിയുന്നത്. ഫുൾ ടൈം ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഈ കാണിക്കുന്നത് മുഴുവൻ. ബാക്കിയുള്ള അനിമൽസുമായിട്ട് അല്ലെങ്കിൽ ബേർഡ്സുമായിട്ട്, അതുമല്ലെങ്കിൽ ബാക്കി അവിടെ ജീവിക്കുന്ന ഹ്യൂമൻ ബീയിങ്സുമായിട്ട് തങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ജ്യൂസ് കണ്ടെത്തുന്ന ഒരു കാര്യം എന്താണ്, അവരോളം പോലും സ്വാതന്ത്ര്യമില്ലാത്തവരാണ് ഈ പറയുന്ന ജ്യൂസ് എന്ന് പറയുന്നത്. എന്തില്ല, അവരുടെ ലൈഫ് എപ്പോഴും ഇൻസെക്യൂർഡ് ആണ്. അവർ ഏത് ടൈമിലും എന്ത് സംഭവിച്ചേക്കാവുന്ന ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മറ്റുള്ള എല്ലാവരിൽ നിന്നും ഒരു ഐസൊലേറ്റഡ് ആണ്. ഹിറ്റ്ലറുടെ പോളിസി ഓഫ് പെർസിക്യൂഷന്റെ ഷാഡോയിലാണ് ഇവരുടെ ജീവിതം എപ്പോഴും. അപ്പൊ ഈ ഒരു പോയം വഴി അദ്ദേഹം ഡ്രമാറ്റൈസ് ചെയ്യുന്നത് ഈ ഒരു ജ്യൂസ് ഇൻ എക്സൈലിന്റെ കഥ മാത്രമല്ല നമ്മളോട് പറയുന്നത്. പിന്നെയോ ഈ പറയുന്ന ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ജർമ്മനിയിൽ നടന്ന പെർസിക്യൂഷൻസിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ജ്യൂസിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ജർമ്മനിയിൽ നടന്ന ആ ഒരു ഹോളോകോസ്റ്റ്, ഈ പറയുന്ന ഫുൾ ഒരു 6 മില്യൺസ് ഓഫ് പീപ്പിൾ മരിക്കുന്നതിന് കാരണമായ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ഡിസ്ട്രക്ഷനെ കുറിച്ചാണ് ഈ ഒരു പോയം ഉടനീളം പറയുന്നത്. ഇത്ര മാത്രമേ അപ്പം ഈ ഒരു പോയത്തിൽ പറയുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് സ്റ്റാൻസ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റാൻസയിലും 3 ലൈൻസേ ഉള്ളൂ. 3 ലൈൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും വായിച്ചു വരുമ്പോഴത്തേന് ലൈൻസ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജർമ്മനിയിൽ എക്സ്പെൽ ചെയ്യപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ജർമ്മൻ ജ്യൂസിന്റെ കഥയാണ് പറയുന്നത്. അവര് കടന്നു പോകുന്നവരുടെ പാനിക് സിറ്റുവേഷൻ ആണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ പോയം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പോർഷനായിട്ട് പഠിക്കുന്നതായിരിക്കും ഈസി. ഒന്നാമത്തെ പോർഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇതെന്താണ്, എന്ത് ടൈപ്പാണ്, മോണോലോഗ് ടൈപ്പ്, ആരെ അഡ്രസ് ചെയ്യുന്നു, ആരാണ് സ്പീക്കർ എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ എന്താണ്, അദ്ദേഹത്തിന്റെ വൈഫിനോട് ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം നേരിടേണ്ടി വരുന്ന കുറെ ഇൻഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ് അവരുടെ, അതിനെ കുറിച്ചാണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത്. അടുത്തത് പറയുമ്പോഴത്തേന് ഇവർ ഈ ഒരു ലൈഫിനെ അനിമൽസിന്റെ ലൈഫുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് അത്ര പോലും വാല്യൂ ഇല്ലാത്ത ലൈഫാണ് എന്ന് കാണിക്കുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ഇവരുടെ ഒരു പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു പാനിക് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനെ 4 പോർഷൻസ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പം ഇത്ര മാത്രമേ ഈ പോയത്തിൽ പറയുന്നുള്ളൂ. ഈസി ആയിട്ടുള്ള ഒരു പോയമാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്